നമസ്കാരം. ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കുറഞ്ഞിരുന്നു. കാരണം വേറൊന്നുമല്ല, എനിക്ക് ഡെങ്കു ഫീവർ ആയിരുന്നു. സോ ഒരു 1 വീക്കോളം നല്ല റെസ്റ്റ് വേണ്ടി വന്നു. അതുകൊണ്ടാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്യാതിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഡെങ്കു ഫീവറിനെ ആ ഒരു സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് വന്നത്, എന്തൊക്കെ മരുന്നുകളാണ് ഞാൻ കഴിച്ചത്, ഡയറ്റ് സ്റ്റൈൽ എങ്ങനെയാണ്, അതൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് സെഷനാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ആദ്യം തന്നെ എനിക്ക് കുറച്ച് ബോഡി പെയിൻ ആയിരുന്നു. അതായത് ഈ പനി വരുന്നതിന് ഒരു 3 ദിവസം മുന്നേ കുറച്ച് ബോഡി പെയിൻ ആയിരുന്നു. പിന്നീട് ആ ബോഡി പെയിൻ കുറച്ച് സിവിയർ ആയിട്ട് വന്നിരുന്നു. അപ്പം ഞാൻ വിചാരിക്കുന്നത് മേ ബി ഞാൻ യോഗയിൽ കുറച്ച് ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ബോഡി പെയിൻ വന്നതെന്നുള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. കാരണം ഒരു കോസ് ഉണ്ടല്ലോ ബോഡി പെയിനിന്, അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെ സ്ട്രെസ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു 3ാമത്തെ ദിവസം രാത്രി ആയപ്പോഴേക്കും എനിക്ക് നല്ല ചിൽസ് ആയി. അതായത് ബോഡിയിൽ നല്ല കുളിർമ തോന്നുമല്ലോ, നമ്മുടെ ബോഡി നന്നായിട്ട് ഇങ്ങനെ വിറക്കുന്ന പോലുള്ള ഫീലും നല്ല പാൽപിറ്റേഷനും നെഞ്ചെടുപ്പും ഒക്കെ കൂടിയതുകൊണ്ട് എനിക്ക് മനസ്സിലായി എനിക്ക് പനി വരാൻ പോകുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ആ നൈറ്റ് അങ്ങനെ പോയി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും അറ്റ്ലീസ്റ്റ് കുറച്ചൊരു സ്ലൈറ്റ് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ദിവസങ്ങളിലൊന്നും എനിക്ക് ഹൈ ടെമ്പറേച്ചർ എന്തായാലും ഉണ്ടായിട്ടില്ല. പക്ഷെ അകത്ത് പനി ഉള്ളത് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ അപ്പോൾ ഞാൻ എന്തൊക്കെ മരുന്ന് എടുത്തതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വർക്കിംഗ് ആയിട്ടുള്ള ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയോടെയാണ് കടന്നു പോയിട്ടുണ്ടായത്. സോ ലീവ് എടുക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനീഷ്യലി എല്ലാവരും ചെയ്യുന്ന പോലെ അലോപ്പതി മെഡിസിൻ ഇനീഷ്യലി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പാരസ്റ്റമോളും അതുപോലെ ആൻറ്റിബയോട്ടിക് ഒരു 3 ഡേ കോഴ്സ് ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായത്. പക്ഷേ ഇനീഷ്യലി തന്നെ ഞാൻ ഇതിൻ്റെ കൂടെ നമ്മുടെ ആയുർവേദ മെഡിസിൻസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് വയറ്റിൽ നിന്ന് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അകത്ത് ആമ ഉണ്ട്, അതായത് ഇൻഡൈജസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പചിപ്പിച്ചെടുത്ത് കഴിയാതെ ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ നിന്നും പനി മാറില്ല. അപ്പോൾ എന്ത് ചെയ്തു, അതിനായിട്ട് ഞാൻ മെഡിസിൻസ് കഴിച്ചു. ഞാൻ യൂസ് ചെയ്തിട്ട് മെഡിസിൻ എന്ന് പറയുന്നത് അമൃതോത്തര കഷായമാണ്. അമൃതോത്തര കഷായത്തിൽ ഒരുപാട് നല്ല ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ആമദോഷത്തിനെ പചിപ്പിച്ചിട്ട് നമ്മുടെ അകത്തുള്ള പനീനെ ഒക്കെ അത് പുറത്തേക്ക് ചാടിപ്പിക്കും. അപ്പം ആദ്യം തന്നെ ഞാൻ അമൃതോത്തര കഷായം എടുത്തു. ആദ്യത്തെ 2 ദിവസങ്ങളിൽ മലശോധന വളരെ കുറവായിരുന്നു എന്നല്ല, ഒട്ടും തന്നെ എന്താ പറയുക, ഒരു കോൺസ്റ്റിപ്പേഷൻ എഫക്റ്റ് ആയിരുന്നു എനിക്ക് ഉണ്ടായത്. അപ്പോൾ അതിൽ നിന്നും റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അമൃതോത്തര കഷായം എന്നെ വളരെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുക. ഇതിൻ്റെ കൂടെ സുദർശനം ടാബ്ലറ്റ്, വെട്ടുമാരൻ ടാബ്ലറ്റ്, അങ്ങനെ എൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഞാൻ മെഡിസിൻസ് ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തൃശ്ശൂർ എന്നുള്ള ടാബ്ലറ്റ്, അങ്ങനെ ഒത്തിരി മെഡിസിൻസ് ഒക്കെ ഞാൻ ഈ അലോപ്പതി മെഡിസിൻസ് കൂടെ, അതായത് കൂടുതൽ ആയുർവേദിക് മെഡിസിൻസ് ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഒരു 3 ദിവസത്തെ ആൻറ്റിബയോട്ടിക് കോഴ്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോലും ഞാൻ കണ്ടിന്യൂസ്ലി ആയുർവേദിക് മെഡിസിൻസ് തന്നെ ഡിപ്പെൻഡ് ചെയ്ത് വന്നു. സോ ഇനീഷ്യലി ഒരു 2 to 3 ഡേയ്സ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്ഷീണം ഒക്കെ അങ്ങ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ സെക്കൻഡ് ഡേ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഡെങ്കു ടെസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ 3 ടെസ്റ്റ് ഉണ്ടല്ലോ, അതായത് IgG, IgM, അതുപോലെ NS1 ആൻറ്റിജൻ. ഇതിൽ NS1 ആൻറ്റിജൻ എനിക്ക് പോസിറ്റീവ് ആയിരുന്നു. കാരണം ഇനീഷ്യൽ ഫീവർ ടൈമിൽ പെട്ടെന്ന് റാപ്പിഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ് ഈ NS1 ആൻറ്റിജൻ എന്ന് പറയുന്നത്. അത് പോസിറ്റീവ് ആയതുകൊണ്ട് അങ്ങനെ ഞാൻ ടെൻഷനൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ തന്നെ നമ്മുടെ ഈ മരുന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ കൂടെ കാരിമാക്സ് എന്നുള്ളൊരു ടാബ്ലറ്റും കൂടി ഞാൻ കഴിച്ചിരുന്നു. അപ്പം കഴിഞ്ഞൊരു ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പപ്പായ ലീഫിൻ്റെ എക്സ്ട്രാക്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ടാബ്ലറ്റ് ആണ്. രാവിലെ ഒരു ടാബ്ലറ്റും രാത്രി ഒരു ടാബ്ലറ്റും ഭക്ഷണശേഷമാണ് ഞാൻ കഴിച്ചിരുന്നത്. ആക്ച്വലി നല്ല റിസൾട്ട് ആയിരുന്നു. ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നോക്കിയ സമയത്ത് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരുപാട് ഡ്രോപ്പ് ആയിട്ടില്ല. ആദ്യം തന്നെ നോക്കിയപ്പോൾ 2.2 ആയിരുന്നു എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. പിന്നീട് പിറ്റേ ദിവസം നോക്കിയപ്പോഴേക്കും 1.9 പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മെഡിസിൻസ് എടുത്തതിന് നോക്കുമ്പോഴേക്കും 2 വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കിയിട്ടില്ല, ഇപ്പോൾ ഒരു 1 വീക്കായി. പക്ഷെ ആക്ച്വലി ഇന്ന് ഞാൻ തിരിച്ച് ജോലിയിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ആക്ച്വലി ചെറിയൊരു ക്ഷീണം ഉണ്ടെന്ന് വെച്ചാൽ ബാക്കി എല്ലാ സിംറ്റംസും എനിക്ക് നന്നായിട്ട് കുറഞ്ഞു. കുറച്ച് ദിവസം മുന്നേ ആണെങ്കിൽ അത്യാവശ്യം നല്ല തലകറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഞാൻ കഞ്ഞിയാണ് കൂടുതൽ കുടിച്ചിട്ടുണ്ടായത്. നമ്മുടെ ചെറുപയറും കഞ്ഞിയും അതുപോലെ നന്നായിട്ട് വെള്ളം കുടിച്ചു. ORSഉം കുടിച്ചിട്ടുണ്ടായിരുന്നു. കഞ്ഞിവെള്ളവും സാധാരണ നോർമൽ ഹോട്ട് വാട്ടറും പിന്നെ അമൃതോത്തര കഷായം പാനീയം
പാനീയമായിട്ടും, അതായത് കുറച്ചധികം കഷായം ഒഴിച്ചിട്ട് കുറച്ച് നല്ല ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് പാനീയമായിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സെൽഫ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയത്. ഇതിൻ്റെ കൂടെ കിവി, അതുപോലുള്ള ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ അവഗാഡോ, പപ്പായ, ഇതൊക്കെ കൂടുതൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബൗൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മാക്സിമം കഴിച്ച് മാക്സിമം ഞാൻ റെസ്റ്റ് എടുത്തു. അതായത് ഒരു സ്പൂൺ പോലും എടുത്ത് പൊക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു റെസ്റ്റ് ആയിരുന്നു എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ ഇത്തരത്തിലുള്ള ആയുർവേദ മരുന്നുകളും കാരിമാക്സ് ടാബ്ലറ്റും ഒക്കെ കഴിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ഈ ഒരു സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റി. അപ്പം ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം, ഇപ്പോൾ ബാംഗ്ലൂരിൽ ആക്ച്വലി ഡെങ്കു ഫീവറിൻ്റെ റേറ്റ് വളരെയധികം കൂടി വരികയാണ്. അപ്പോൾ ആരും തന്നെ ഡെങ്കു ആണല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പ്ലേറ്റ്ലെറ്റ് ഡ്രോപ്പ് ആവുന്നതിന് മുൻപ് തന്നെ നമ്മുടെ സിംറ്റംസ് അനുസരിച്ചിട്ട് നിങ്ങൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് മരുന്നുണ്ടെങ്കിൽ പോലും ഇനീഷ്യലി നിങ്ങൾക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതിരിക്കാൻ ഓരോ ആൾക്കാരും ശ്രമിക്കേണ്ടതാണ്. ഞാൻ കഴിച്ച മരുന്ന് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ആയുർവേദ ഡോക്ടറിന്റെ സജഷൻ എടുത്തിട്ട് വേണം നിങ്ങൾ ഓരോ മെഡിസിനും ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൊതുക് വളരെയധികം കൂടി വരികയാണ്. അപ്പം എപ്പോഴും വീടും പരിസരവും നല്ല വൃത്തിയിൽ നിങ്ങൾ നോക്കുക. ഒരു മൊസ്കിറ്റോ ബാറ്റ് കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. കിടക്കുന്ന റൂം ആണെങ്കിലും ഹാളാണെങ്കിലും എപ്പോഴും നമ്മൾ നോക്കുക. അതുപോലെ അപരാജിത ധൂപചൂർണ്ണം പുകയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. മാക്സിമം ഹൈഡ്രേറ്റ് ചെയ്യുക, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക. ഫ്രൂട്ട്സ് ആയാലും ഫുഡ് ആണെങ്കിലും ഒരിക്കലും എരിവ് പോലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കാതിരിക്കുക. കഞ്ഞിയിലേക്ക് മാക്സിമം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുക. സ്ലോലി സോളിഡ് ഐറ്റംസിലേക്ക് പോയാൽ മതി. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ് നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ ഒരു ഫേസിൽ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നൽകാവുന്നതാണ്. അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.